യാസിറിന്റെ അമ്മയാണ് നമ്മോടൊപ്പം ഉള്ളത്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. അമ്മ, എന്താണ് കാര്യം? ഓല 5 വർഷം സ്നേഹത്തിലായിരുന്നു. അവിടുന്ന് ഓല് രണ്ടാളും അവനറിയാതെ ഓല് ഒളിച്ചോടി പോയതാണ്. അന്നേരം ശേഷം നമ്മൾ കോടതിയിൽ നിന്ന് നമ്മളെ കൂടെ ഓലെ കൂട്ടിക്കൊണ്ടുവന്ന് നമ്മളെ വീട്ടിൽ നിന്ന് 2 വർഷം നമ്മളെ വീട്ടിൽ നിന്ന്. അന്നേരം ശേഷം നമ്മളൊരു വാടക വീട് എടുത്തിട്ട് കോട്ടേഴ്സ് എടുത്ത് ഓല് രണ്ടാളും അങ്ങോട്ട് താമസാക്കി. അന്നേരം ശേഷം പിന്നെ ഗർഭിണിയായി നമ്മളെ വീട്ടിൽ കൊണ്ടുവന്നു. നമ്മൾ പ്രസവമൊക്കെ എടുത്ത് നോക്കി. പിന്നെ നമ്മൾ അവിടെ തന്നെ കൊണ്ടാക്കി വരികയും പോവുകയും ചെയ്ത് കുട്ടിയായി. ഞാൻ 6 മാസമായാലാണ് ഓല രണ്ടാളെയും വന്നിട്ട് അങ്ങോട്ട് വരണമെന്ന് അന്ന് വന്ന് ക്ഷണിച്ച്. അപ്പോൾ പോയി, രണ്ടാളും പോവുകയും ചെയ്തിട്ട് ഓലും അങ്ങോട്ടും ഇങ്ങോട്ടും വരികയും പോവുകയൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുന്നതാണ്. ഓല് നമ്മളെ വീട്ടിലും വന്ന് ഓലും അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അടുത്ത് ഒരു 5-6 ദിവസം, 1 മാസം മുന്നേ ഒരു രണ്ടാളെന്തോ ഇതിന് വഴക്കുണ്ടായി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉച്ചക്ക് 1:30-2 മണിയായപ്പോൾ ഞാൻ മോളെ എപ്പം വിളിച്ചുകൊണ്ടിരിക്കുന്നു. മോളെ വിളിച്ചപ്പോൾ ചോറുന്നോന്ന് ചോദിച്ചപ്പോൾ മോള് പറഞ്ഞ് ഉപ്പ ചോറ് കളഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താ ചോറ് കളഞ്ഞ് ഉപ്പ എന്നിട്ട് ഉമ്മ എടുത്ത്. അപ്പോൾ എന്നെ വിളിച്ചിട്ട് ഉമ്മ ചോറൊക്കെ കളഞ്ഞ് പിന്നെ എന്നെ തല്ലുകയും ചെയ്തെന്ന്. ഞാൻ ചോദിച്ചാൽ അതിനെന്താ കാരണം, നിങ്ങൾ ഇതുവരെ അങ്ങനത്തെ ഒന്നും ഒരു വിഷയം ഉണ്ടായില്ലല്ലോ, എന്തിനാണ് അങ്ങനെ കളഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ് എന്നോട് അങ്ങോട്ട് ചെല്ലാൻ വിളിച്ചിരുന്നു അകത്തേക്ക്. അപ്പം മോളും ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അവിടെ കിടക്കുകയായിരുന്നു. അപ്പം ഞാൻ ചോറ് നോക്കാൻ വേണ്ടി ഇങ്ങനെ നിന്നപ്പോൾ ചോറിന് പിന്നെ ഒക്കെ അത് ആയിട്ട് ഞാൻ തല്ലാനോങ്ങി. അപ്പോൾ തല്ലാനോങ്ങിയപ്പോൾ എന്നോട് ഞാൻ ചെലവിന് തന്നിട്ട് ഇന്നെ തന്നെ കൈ ഓങ്ങാണ് എൻ്റെ നേരെ എന്ന് പറഞ്ഞ് പിന്നെ ഒരടി അടിച്ച് അങ്ങനെ ഇറങ്ങിപ്പോയി. ചോറും കളഞ്ഞെന്ന് പറഞ്ഞു. രണ്ടാൾക്കും കൊണ്ട് കൊടുത്ത് ഓന് വെച്ചക്കണ്ടെങ്കിൽ രണ്ടാളും തിന്നോളിയും ചോറും കൊടുത്ത് 3-3:30. അപ്പം ഞാൻ ഇങ്ങ് പോന്ന്. ഇനി അങ്ങനെ അതോ എന്തോ വന്ന് ഇങ്ങനെ വിളിക്കുകയൊക്കെ ചെയ്താൽ ഇന്നെ വിളിക്കുമെന്ന് പറഞ്ഞ് ഞാൻ പോന്ന് ഞാൻ പിറ്റേന്ന് അന്ന് അന്തിക്ക് വിളിച്ചാൽ പറഞ്ഞ് കുഴപ്പമില്ല, പിന്നെ എന്തോ വേണമെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ എനിക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് വേണേ വാങ്ങിക്കോളിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ എന്തിനാ അങ്ങനെ പറഞ്ഞു, എന്നോ സ്നേഹം ഉണ്ടായിട്ടല്ല എന്തോ വേണമെന്ന് ചോദിച്ചത്, ഇനി അങ്ങനെ പറയണ്ടായിനല്ലോ എന്ന് പിന്നെയും വാശി കൂടെ, ഇനി എനിക്ക് ഭയങ്കര വാശി, ഇനി അങ്ങനെ നിൽക്കല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ രാവിലെ പിന്നെയും വിളിച്ച് കുഴപ്പമില്ലാന്ന് പറഞ്ഞപ്പോൾ പിന്നെയും വിളിച്ച് രാവിലെ 10 മണിയായപ്പം വിളിച്ചാൽ പറഞ്ഞു പൊറാട്ടയും കറിയൊക്കെ എന്തോ തിന്നോന്ന് വെച്ചാൽ പൊറാട്ടയും കറിയൊക്കെ വാങ്ങിക്കൊണ്ട് തന്ന് പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ചോറും കറിയൊന്നും വെച്ചില്ല, ചോറും കറി വെക്കാനൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അപ്പം എന്നാൽ അവനോട് പറഞ്ഞൂടെ അതിനൊന്ന് വെച്ചാൽ പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പം കൊണ്ടുവരായിരിക്കും പൊറാട്ടയും കറിയൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് വിളിച്ച് പോയി എന്നാണ്. അന്ന് ഞാൻ പറഞ്ഞ് അവനോട് വിളിച്ച് പറയും ഞാൻ അങ്ങോട്ട് വരാം, എന്നിട്ട് നിങ്ങൾ അവിടെ നിൽക്കേണ്ട കുറച്ച് ദിവസം ഇവിടെ നിൽക്കി എന്ന് പറഞ്ഞ് ഞാൻ കൂട്ടാൻ വരാമെന്ന് പറഞ്ഞു. ഇനി ഞാൻ ചോദിച്ചിട്ട് ഇനി എന്നെ ചോദിക്കാം, എൻ്റെ ഭർത്താവല്ലേ, എനിക്കിപ്പോൾ ഉമ്മാണെങ്കിൽ അങ്ങനെ കൂട്ടി പോന്നൂടെയല്ലോ, ഇനി ചോദിക്കുന്ന പറഞ്ഞപ്പോൾ വിളിച്ചപ്പോൾ ഫോണ് കിട്ടുന്നില്ല, റേഞ്ചില്ല. അപ്പോൾ ഞാൻ വാട്സപ്പ് പറഞ്ഞ് വിട്ടിക്കുന്നതാണ്, എന്നാൽ ആയിക്കോട്ടെ ഞാൻ വരാമെന്ന്. അപ്പോൾ പറഞ്ഞ് വിട്ടപ്പോൾ ഇവർ വിളിച്ച് പറഞ്ഞ്, ഇവരത്തെ വണ്ടിയില്ലായിരുന്നു. അപ്പോൾ ഇവർ വിളിച്ച് പറഞ്ഞ് പിന്നെ ആടുന്ന് എന്താ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്, ആരാൻ്റെ ക്വാർട്ടേഴ്സൊന്നും അങ്ങനെ ഉണ്ടാക്കരുത്, നിങ്ങളങ്ങനെ ഉണ്ടാക്കുന്ന ആ കാര്യമല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഉമ്മ ഉണ്ട് അങ്ങോട്ട് പോയിട്ട് ഓളെ കൂട്ടാൻ, കൂട്ടിക്കോട്ടെ എന്നാണ്. ഞാൻ അങ്ങോട്ട് ഓട്ടോറിക്ഷ വിളിക്കുന്നതിന് മുന്നേ ഞാൻ ബസ്സിനാണ് പോയി ചെല്ലുമ്പോഴത്തേക്ക് ഓനും എത്തിക്ക്. അങ്ങനെ ഒരു ഓട്ടോ വിളിച്ച് ഓന് ഇന്നെയും ഓളെയും അതിൽ കയറ്റി ഓൻ പുറകിലും പോന്ന് നമ്മളെ വീട്ടിലേക്ക് വന്ന് ഓളപ്പനെ വിളിച്ചിട്ട് നിങ്ങളിങ്ങോട്ട് വരി, ഇവളെന്ത് ചോദിച്ചിട്ടും പത്താനും പറയുന്നില്ല, എന്താണോ അവളെ പ്രശ്നം എനിക്ക് അറിയില്ല, നിങ്ങൾ തന്നെ ഞാൻ ഓളെന്തോ ചെയ്യുന്നുണ്ടോ നിങ്ങൾ ഓളെ മുന്നിൽ ചോദിക്കും, നിങ്ങൾ വരിയെന്നാണ്. അപ്പോൾ ഓളെ ഉമ്മയും ഉപ്പയും വന്ന് കടയും പൂട്ടി വന്ന് ഓലും ഞങ്ങളൊക്കെ അവളെ ഇരുത്തിയിട്ട് ഞങ്ങൾ 2 കൂട്ടരും ചോദിച്ച് ഓൻ എന്തോ എന്നെ ഇല്ല ഒന്നും ചെയ്യുന്നില്ല. പിന്നെ എനിക്ക് ദേഷ്യം പിടിച്ചിട്ട് എന്നെ എനിക്ക് ദേഷ്യം പിടിച്ചിട്ടാ ഞാൻ നിങ്ങളെപ്പോഴും പോരുകയെന്ന് പറഞ്ഞു. ഞങ്ങളെപ്പോഴും പോരണ്ട, ഞങ്ങളോട് പറയാണ്ട് ഇറങ്ങി പോകുന്ന എന്നെ കൂട്ടാൻ വന്നല്ലേ ഞങ്ങളെന്ന് പറഞ്ഞു പോലും ഉപ്പയും ഉമ്മയും പറഞ്ഞു. അപ്പം ഇപ്പം ഉമ്മയല്ല പറയുന്നു ഇവിടെ നിൽക്കുക, നിങ്ങൾ അവിടെയും ഇവിടെ ആയിട്ട് നിൽക്കുക, വാടകപ്പുരം ഒഴിഞ്ഞു വായി കൊടുക്കുക, വില വേറെ ആക്കിയതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു ഉളപ്പയും ഉമ്മയും ഞങ്ങളും പറഞ്ഞു ഇവിടെ നിൽക്കുന്നു. അപ്പോൾ അതൊന്നും പറഞ്ഞ് കേൾക്കാണ്ട് ഓളെ ഇറങ്ങി ഓലെ കൂടെ പോയി. അപ്പോൾ ഓൾക്ക് കൊണ്ടുപോകാൻ പറ്റൂലല്ലോ. പോലിനോട് പറഞ്ഞ് താത്ത 2 ദിവസം കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടാക്കാന്ന് പറഞ്ഞ് പോയി. അങ്ങനെ പോയി ഞാനിപ്പോൾ ചെറിയാൻ എടുക്കണ്ടെന്ന് പറഞ്ഞു ഓൻ അന്നേരം. അപ്പോൾ ഓളെ എടുക്കാണ്ട് പോയി. ഓളെ ഉമ്മയും പറഞ്ഞ് മൊഞ്ഞി വരുമ്പോൾ മോളെ കൊണ്ടുവന്നിട്ടൊന്നുമില്ല, ഞങ്ങൾ നോക്കൂല എന്ന് പറഞ്ഞു. അന്ന് ഞാൻ പറഞ്ഞാൽ മോള് വിടുന്നു കേട്ടോ, ഓളെ നിങ്ങൾ ആരും ഒന്നും ചെയ്യേണ്ടി പറഞ്ഞു. മോളെ ഞാൻ ഉറങ്ങി അടി കിടന്ന് ഉറങ്ങി കൊണ്ടുപോയി കെടുത്തി ഓലെപ്പരും പോയി. അപ്പോൾ ഇതിനൊക്കെ ഡ്രസ്സ് എടുക്കാനും വെക്കാനൊക്കെ പോരണമെന്നാണ്. അപ്പം ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഓലെ വീട്ടിൻ്റെ അടുത്തുള്ള 2 പേർക്ക് തമ്പിച്ചേട്ടനും ഒരു മുനീറും എന്ന് പറഞ്ഞ ആളും
പിന്നെ ഇവന്റെ കൂട്ടുകാരൻ രണ്ടാളും ഇവരും കൂടി വീട്ടിൽ വന്ന് മോളെ എടുത്ത് ഓളെ ടെൻഷനും കാര്യമൊക്കെ മാറിയിട്ട് പോട്ടെ കുറച്ച് ദിവസം അവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞ് പോയി ഓല് 4 ആളെ മൂവാന്തര വില കൊണ്ടുപോയതാ. പോയി 2 ദിവസം കഴിഞ്ഞിട്ട് കൊണ്ടുപോയി ടെൻഷൻ മാറിയിട്ട് കൊണ്ടാക്കാന്നാണ് പോയി. പിറ്റേന്നൊക്കെ എന്നെ വിളിക്കുകയും ചെയ്ത് മോളും ഓളെ പുതിയ ഡ്രസ്സ് ഞാൻ എടുത്തു കൊടുത്ത് മോളത്. അപ്പൊ അതൊന്നും വേണ്ട അങ്ങോട്ട് വരികയല്ലേ പിന്നെ അത് ഇവിടെ നിന്നോട്ടെ എന്നാണ് പഴയത് മാത്രം വാങ്ങിങ്ങാനോള് ഓലെ കൂടെ പോയി മോളെയും കൊണ്ട്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ഇനി വാശി ഓനോട് പിടിക്കല്ല, ഇനി വാശി പിടിക്കാണ്ട് ഇങ്ങ് പോരി, കുറച്ച് ദിവസം നിന്നിട്ട് ഇങ്ങ് പോരി എന്ന് പറഞ്ഞു ഞാൻ പോയതാ. അപ്പോൾ ഓലും പറഞ്ഞ് അമ്മയും ബാപ്പയൊക്കെ പറഞ്ഞു. പിന്നെ 3-4 ദിവസം കഴിഞ്ഞാൽ ഓൻ അവിടെ പോയി ഞാൻ ചായയും ചോറും ഒക്കെ കുടിച്ചിരിക്കുന്ന ഓലായിട്ട് സംസാരിച്ചിരിക്കുന്നു പോരാന്ന് പറഞ്ഞിരിക്കുന്നു. ഞായറാഴ്ച ഒരു കുറ്റൂസുണ്ട് ഓല ബന്ധത്തിലേടോ, അതിന് ഡ്രസ്സ് എടുത്തു കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു പറഞ്ഞ ഓൻ ഇവിടെ വന്ന് അവനോൻ പോയിട്ട് ഓല കോട്ടേഴ്സിൽ ആടല്ലേ താമസിക്കുന്നത്, അവിടെ പോയിട്ട് ഡ്രസ്സ് എടുത്ത് മോളതും ഓളതും പുതിയതും ഒരു ചെരുപ്പ് ഒരു കൂട്ടം എടുത്തുകൊണ്ട് കൊടുത്ത് ഞായറാഴ്ച കഴിഞ്ഞ് കുറ്റൂസം കഴിഞ്ഞ് തിങ്കളാഴ്ച പോരാന്ന് പറഞ്ഞു. അപ്പൊ തിങ്കളാഴ്ച വന്ന് ചെന്നപ്പം ബാപ്പ ഓളെ പോരാൻ പോന്നപ്പം ബാപ്പ പറഞ്ഞോലെ പിന്നെ ഓന്റെ കൂടെ ഇപ്പൊ പോവുകയാണെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വരരുതെന്ന്. അപ്പൊ ഒക്കെ പേടിയായോലെ. അപ്പൊ ഓൻ പറഞ്ഞോലെ നിങ്ങളിങ്ങനെ പറഞ്ഞിട്ടാണല്ലോ ഓളങ്ങനെ പറയും, ഓള് പോരാന്ന് പറയും നിങ്ങൾ എന്തിനാ തടസ്സം ചെയ്യുന്നത്, ഞാൻ ഓളിക്കുമായിട്ടല്ലേ ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നത്, പിന്നെ അത് എന്തിനാ അങ്ങനെ തടസ്സം ചെയ്യുന്നതെന്ന് പറഞ്ഞോലെ. അപ്പൊ ഓക്ക് അങ്ങനെ പോരാൻ പറ്റായിട്ട് ഓള് പോരുന്നില്ല എന്നാണ് ഓൻ വന്ന് ഇവിടെ വന്ന് എൻ്റെ അടുത്ത് വന്ന് അവിടെ വന്ന് കിടന്ന് കരഞ്ഞിട്ട് പറഞ്ഞ് വാപ്പ ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഓളോട് പറഞ്ഞു. ഞാൻ ഓളെ കയ്യും കാലും പിടിച്ചിട്ട് മാപ്പ് പറഞ്ഞിട്ട് എൻ്റെ ഭാഗത്ത് നിന്ന് ഇനി ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അത്രയും ഇവിടുന്ന് നമ്മൾ പറഞ്ഞു അവിടുന്ന് പറഞ്ഞിട്ട് ഓള് പോരാൻ തയ്യാറുള്ള ഓനെന്തിനെങ്ങനെ നിർത്തുന്നു. എൻ്റെ മോളെ വിചാരിച്ചിട്ട് ഓന് വിടരുത്, കാലാകാലം ഓളെ പോറ്റാനാവോ, എന്തിനോൻ അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഒന്ന് ടെൻഷൻ അല്ലെങ്കിൽ ഇവിടെ നിൽക്ക് കുറച്ച് ദിവസം ആളെ നിൽക്കട്ടെ എന്നാണ് നിർത്തിയ ജോലി പള്ളി കമ്മിറ്റി പറഞ്ഞു. പള്ളി കമ്മിറ്റി പറഞ്ഞതിന്റെ ശേഷം ഓല് നമ്മൾ വിളിച്ച് പിന്നെ ഓല് വരുന്നില്ല. 5 വർഷമായി നമ്മളെടുത്ത് വന്നിട്ട് 2 വർഷം കഴിഞ്ഞാൽ പ്രസവവും കാര്യമൊക്കെ നമ്മളെത്തുന്ന ഞങ്ങളെടുത്ത് പോണ വരെ 2 ദിവസം കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാന്ന് വരെ പറഞ്ഞ് പോയോളാം. പിന്നെ ഒന്നും ഞാൻ പിന്നെയും വിളിക്കലൊക്കെ എന്നെ വിളിക്കലുണ്ട്. വിളിച്ചിട്ട് മോളെ വർത്താനമൊക്കെ ഞാൻ ചോദിക്കലും ആക്കലുണ്ട്. അപ്പം പറഞ്ഞ് ഞാൻ വരുന്നുണ്ട് മാന്നാണ് പിന്നെ നിക്കാനേക്ക് വരുമെന്ന് പറഞ്ഞാ. അപ്പൊ തലവേദനയായിട്ട് ഞാൻ ഇപ്പം വരുന്നില്ല എന്ന് പിന്നെ വിളിച്ചു പറഞ്ഞ. ബന്ധുക്കളൊക്കെ ഇന്നലെയൊക്കെ പറഞ്ഞത് ലഹരി വല്ലാതെ ഉപയോഗിക്കുന്നു. ഞങ്ങൾ ഇക്കാലം വരെ ഇത്രയും വയസ്സോ 25-ാമത്തെ വയസ്സ് ഞങ്ങൾ 21 വരെ ഒരു പ്രശ്നം വന്നിട്ടോ ഒരു അടിപിടിയോ കച്ചറ ഉണ്ടായില്ല. ഓളെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നപ്പോ എവിടെങ്കിലും പോയി ജീവിക്കുന്നിടത്ത് നിന്ന് ഓളെ പെൺകുട്ടിയല്ല ഓളെ എവിടെങ്കിലും ആയിപ്പോണ്ടാന്ന് വെച്ചിട്ട് ഞാൻ കോടതിയിൽ നിന്ന് ഓളെ കൊണ്ടുവന്ന് ഞങ്ങളെത്ത് 5 കൊല്ലമായി ഓള് ഞങ്ങളെത്ത് വന്നിട്ട് ഇന്ന് വരെ ഞങ്ങളുമായിട്ട് ഒരു എതിർപ്പില്ല. ഓളും ഓനായിട്ടൊരു എന്തോ കച്ചറ കാര്യമുണ്ട് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല, ഞങ്ങളെത്തൊക്കെ അങ്ങനെ തെറ്റി വന്നിട്ടില്ല. ആദ്യമായിട്ടുണ്ടായ വിഷയമാണ്. അന്ന് ഞങ്ങൾ പോയി കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നത്. ബന്ധുക്കളൊക്കെ ചിലർ പറയുന്നു നിങ്ങൾക്കൊക്കെ അറിയാം ഈ ഷിബിലേക്കായിട്ട് മർദ്ദിക്കും ചോദിച്ചാൽ എനിക്ക് എന്താണ് വിഷയം, നിങ്ങൾ അമ്മമ്മിൽ ഉള്ള വിഷയം മുന്നോട്ട് ഇനി ഉണ്ടാകരുത്, ഇങ്ങനെ ഒരു തെറ്റൊക്കെ ഉണ്ടാകുമ്പോ ഇങ്ങനെ വാശി പിടിക്കില്ല എന്നോളെ വാപ്പയമ്മയൊക്കെ പറഞ്ഞിക്ക്. 12 മണി വരെ 2 പറഞ്ഞിട്ടു ഞങ്ങൾ പറഞ്ഞിട്ടു കേൾക്കാണ്ടായപ്പോൾ ഓള് പോയതാ അവളെ കൂടെ ഇറങ്ങിയിട്ട്. അപ്പം പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് കൊണ്ടാക്കാന്നോളെ വാപ്പയമ്മയും പറഞ്ഞിട്ടാ പോയത്. 2 ദിവസം കഴിഞ്ഞ് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ പോയത് അത് 4 ആളെ മോതിരവല് കൊണ്ടുപോയത്. അവിടെ തമ്പിച്ചേട്ടനുണ്ട് മുനീർ എന്ന് പറഞ്ഞ ആള്. തിരിച്ചു വന്നില്ല, തിരിച്ചു വെട്ടിയില്ല. പിന്നെ 2-3 പോക്ക് വേഗം പോയപ്പോക്കെ ഓള് പോരാന്ന് പറയുന്നുണ്ട്. വാപ്പ എങ്ങനാന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞു അങ്ങോട്ട് വീട്ടിലേക്ക് പോണ്ട, കുറച്ചാടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞതാ. അങ്ങനെ ഒരു പിന്നെ ഡ്രസ്സിന് ആവശ്യപ്പെട്ട് കുറ്റൂസുണ്ട് ഡ്രസ്സിന് ആവശ്യപ്പെട്ട് അത് കൊണ്ടു കൊടുത്ത് അത് കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞതാ. പിന്നെ ഇതുവരെ വന്നില്ല. ഇടക്കിടക്ക് എന്നെ വിളിക്കലുണ്ടായിരുന്നു. നമ്മളെ വർത്താനം ചോദിച്ചു പിന്നെ ഇങ്ങനെ പെട്ടെന്ന് എന്താണ് അത് ഓനും ചോദിക്കുന്നത് എന്താണ് ഒക്കത്തിൽ പെട്ടെന്ന് മാറിയത്. ഞാൻ ഓളെ ഇതുവരെ ഒന്നും ചെയ്യാനെന്താ കാരണം ഞങ്ങൾക്ക് തന്നെ ഓർമ്മയില്ല. മെനിയാന്ന് കാരണം എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാല് ഈ പള്ളി കമ്മിറ്റിയിലും പിന്നെ സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞിട്ട് 1 മാസത്തേക്ക് അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഓൻ അങ്ങോട്ട് വിട്ടിയില്ല. എന്നതിന് ശേഷം നോമ്പ് കഴിയട്ടെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പോരുകയാണെങ്കിൽ പോരില്ലേ ഒഴിവാകാം എന്ന് പറഞ്ഞ് ഞാനിപ്പോ ഒരു കുട്ടീനെ പോലും ഞങ്ങൾ എടുക്കാൻ പോയില്ല ഓലെ വീട്ടിലേക്ക്. എന്നതിന് ശേഷം ഒരു പാർട്ടീന്റെ ഒരാളുണ്ട് വർഗീസ് എന്ന് പറഞ്ഞ ഒരാള്, അവരെന്നെ വിളിച്ചിട്ട് മോനും പെണ്ണും ഇവിടെ ആണല്ലോ എന്താണ് വിഷയം, ഓളെ വാപ്പ വന്നിട്ട് എന്നോട് പറഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞ് ഓല് അമ്മമ്മയുള്ള വിഷയം 2 ദിവസം കഴിഞ്ഞ് കൊണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അവര് കൊണ്ടുപോയത്. ഇതുവരെ കൊണ്ടുപോകുന്നില്ല. ഇനിയിപ്പോ
പോകണ്ടെന്ന് പറഞ്ഞ സ്റ്റേഷനിൽ പരാതി പറഞ്ഞിരിക്കുന്നു. ആ നിലക്ക് ഞങ്ങൾ അവനോട് ഇനി പോരതെന്ന് പറഞ്ഞ് നിർത്തിയിരിക്കുന്നു. അന്നപ്പോ ചേട്ടാ എന്നോട് പറഞ്ഞ പോലെ രേഖകൾ ആവശ്യപ്പെട്ടിരിക്കുന്നു. അത് അവനോട് കൊണ്ടു കൊടുക്കാൻ പറയും. അവന്റെ വാപ്പക്കാണ് പ്രശ്നം, അവക്ക് ഒരു പ്രശ്നവും ഇല്ല, ഓള് പോരൂ, അതിനെ കൊണ്ട് ഓനെ രേഖ എടുത്തു കൊടുക്കാൻ പറയുന്നു. അങ്ങനാണ് ഇന്നലെ രാവിലെ എന്നോട് പറയുന്നത് ഞാൻ ഇത് കൊണ്ടു കൊടുക്കട്ടെ. മെനിയാന്ന് പോയപ്പോ ഓല് പറഞ്ഞ് നോമ്പ് തുറന്നിട്ട് വാ, ഓള് ഇവിടെ ഇല്ലാന്ന്. പിന്നെ ഇന്നലെ പെട്ടെന്ന് പിരിയണം എന്നൊക്കെയുള്ള രീതിയിലേക്ക് വന്നതായിരിക്കും. അയക്കൂ, അവന് വരുന്നില്ല എന്ന് ഓന് തോന്നി അയക്കൂ, എന്താന്ന് എനിക്ക് അറിയുന്നില്ല. ഇതും പറഞ്ഞാ പോയത്. പിന്നെ ഓന് SLC ബുക്ക് കൊണ്ടു കൊടുത്ത്. SLC ബുക്ക് കൊണ്ടു കൊടുത്തപ്പോൾ ഓളോട് മോള് പോരാന്നിറങ്ങിയപ്പോ മോളെ പിടിച്ച് വലിച്ച് അങ്ങോട്ട് ഓല് എടുത്ത് ഓള് ഇവിടെ എല്ലാം ഓള് വന്നിട്ട് കൊണ്ടുവയ്ക്കോ എന്ന് പറഞ്ഞ പോലെ ഓളുമ്മ. അപ്പൊ ഇവിടെ വന്ന് ഈ കിടക്ക ഇവിടെ എടുത്തിട്ടിട്ട് അവിടെ കിടന്ന് കരഞ്ഞിട്ട് എന്റെ മോളെ ഓലക്ക് എനിക്ക് കാണിക്കാണ്ടാക്കി. ഞാൻ ചെല്ലുമ്പോ ഓളും ഇല്ല, ഓളെ ഒരു മാറ്റുന്നുണ്ട് എന്നാണ്. ഞാൻ പറഞ്ഞു നമ്മൾ സ്റ്റേഷനിൽ പറഞ്ഞിക്കല്ലാട്ട് പോണ്ടാന്ന്. വർഗീസേട്ടൻ പറഞ്ഞ നീ സ്ഥിതിക്കല്ലേ പോയത്, ഇനി അങ്ങോട്ട് പോണ്ട, നോമ്പും പെരുന്നാളും കഴിയട്ടെ, എന്നിട്ട് മോളെ നമുക്ക് ഓലോട് പറഞ്ഞിട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞതാ. അങ്ങനെ ഇവിടുന്ന് ആണ്ടുണ്ടായിരുന്നു. അതിന്റെ ഇറച്ചി അരി ഇവിടെ വാങ്ങി തന്ന് സ്കൂൾ സർട്ടിഫിക്കറ്റും പോയി വാങ്ങട്ടെ. ഞാൻ പല്ല് കാണിക്കാനും പോയാ താമരശ്ശേരി ഹോസ്പിറ്റലിൽ. അത് പോയി വരുമ്പോഴത്തേക്ക് വന്നപ്പോൾ അരി ഇറച്ചിയൊക്കെ ഇവിടെ കൊണ്ടുവച്ചത്. അപ്പൊ ഞാൻ വിളിച്ചപ്പോൾ ഇനി ഏടാന്ന് വെച്ചപ്പോൾ ഞാൻ മണൽവയലുണ്ട്. അപ്പൊ ഇനി സർട്ടിഫിക്കറ്റ് കൊണ്ടു കൊടുത്ത് ബാക്കിയുള്ള രേഖ അവിടെ പോയി എടുക്കാനുള്ളത് ഒരു നോമ്പ് തുറന്നിട്ട് ചെല്ലാൻ പറഞ്ഞിരിക്കുന്നതാണ്. എന്നാൽ ഇനി ഇങ്ങോട്ട് പോവാ, നോമ്പ് തുറന്നിട്ട് ആരെങ്കിലും ഒന്നിനെ കൂട്ടിയിട്ട് പോവാന്നാണ്. അപ്പോൾ ഏട്ടത്തിന് മാപ്പിള പോരാന്ന് പറഞ്ഞിരിക്കുന്ന. സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിലേക്ക് വന്നില്ല? ഇല്ല, വന്നില്ല. അവ വന്നപ്പോ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് ഇങ്ങനാണ്, ഓല് നോമ്പ് തുറന്നിട്ട് തരാൻ എടുത്ത് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നു, നോമ്പ് പറഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞിക്ക്, ഓളേട്ടത്തിന് മാപ്പിള പോരാന്ന് പറഞ്ഞിരിക്കുന്നു എന്നോട് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞ ഇവിടെ വന്ന് നോമ്പും തുറന്നിട്ട് പോകാന്ന്. അപ്പൊ ഓൻ പോന്നിക്കുന്നു. ഓൻ പോന്ന് പമ്പിൽ വന്നിട്ട് ഇവന് പിന്നെ കാറിൽ എണ്ണ, ഇവന്റെ അടുത്ത് കാറുള്ളത്, ഈ എണ്ണ അടിച്ചിങ്ങോട്ട് വന്നാൽ ഇവന്റെ ഐക്കുമായിട്ട് പോന്ന്. ഓൻ 500 ഉറുപ്പ്യ എടുത്തോട്ട് എണ്ണ അടിക്കാൻ കയറിക്ക്. പിന്നെ പിന്നെ യൂണിവേഴ്സിറ്റിയിൽ നോമ്പ് തുറക്കാൻ പോയി. ഓൻ ഇങ്ങോട്ട് എത്തിയോ വിളിച്ചു വെച്ചാൽ പറഞ്ഞു ഇല്ല എത്തിയില്ല, ഓനോട്ടാ പോയെന്നാണ്. ഓനോട് ഇങ്ങോട്ട് പോരാൻ പറഞ്ഞാണല്ലോ ഞാൻ പോയതെന്ന് ഇവനും പറഞ്ഞു. പിന്നെ ഇവന് നോമ്പ് തുറന്ന് ഇവിടെ വന്നപ്പോ എന്നതിന് മുന്നേ ഓൻ വിവരം അറിയുന്നത് ഇങ്ങനെയാണ് സംഭവിച്ചതെന്ന്. ഓനെന്നെ വിളിച്ച് പറയുന്നത് ഇങ്ങനെ സംഭവിച്ചിക്കുമ്പ ഇനി നമ്മളെന്താ ചെയ്യാ, ഓളെല്ലെന്തോ ചെയ്തിക്കുന്നോലോ പോയിട്ട് ഞങ്ങൾക്ക് ഓർമ്മയില്ല. പിന്നെന്താണ് സംഭവിച്ചത്, എടുക്കാൻ ചെന്ന പോലെന്തോ വർത്താനം പറഞ്ഞ് വാപ്പാണ് ഇതിന്റെ കാരണക്കാരന്. വാപ്പാണ് ഇങ്ങനെ ഓനെ വാശി പിടിച്ചിട്ട് ഓനോട് ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നത്. ചെല്ലുമ്പോ ഒക്കെ പറയും കൊണ്ടുപോകില്ല, ഇനി കൊണ്ടുപോകില്ല, ഞങ്ങൾക്ക് എന്റെ പേരും വിടാൻ താല്പര്യമില്ല എന്നൊക്കെ ഓള് പോരാന്നും പറയുന്നുണ്ട് എന്ന്. അതാ ഞങ്ങളോട് പറയുന്നത്. ഞങ്ങൾ കേൾക്കല്ല, ഞങ്ങൾ കാണുന്നില്ല. അതാണ് നമ്മൾ സംഭവിച്ചു. പിന്നെ എന്താണ് നടന്നത് നമുക്കൊന്നും അറിയൂല. ഞങ്ങൾക്ക് ഞങ്ങളെ മോൾക്ക് പോയി എനിക്ക് മോളൊരു നോക്ക് കാണാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി. ഞാനോട് 5 കൊല്ലം നോക്കിയത് ഞങ്ങളേറ്റ ഒരു താരാറില്ല. എനിക്കൊരു നോക്ക് കാണാനുകളുടെ ഓളയ്ക്ക് കാണിച്ചു തരാനുള്ള സംവിധാനങ്ങളാക്കി കണ്ടു പോകാൻ പറ്റാത്തത് അത്രയുള്ളൂ. എന്റെ മോക്കൊരു ഉമ്മല്ലാണ്ടായി പോയി. ഒരു വാശി പിടിപ്പിച്ചിട്ടല്ലേ, ഒരു വാശിപ്പുറത്തല്ലേ ഇതൊക്കെ വന്നത്. അല്ലാണ്ട് ഒരു തെറ്റോ പെടുക്കോ കച്ചറ ഇല്ലാത്ത ആൾക്കാരല്ലേ. എനിക്ക് ഒരു നോക്ക് കാണാനും ഉണ്ടാക്കി തരും. എന്തായാലും ചെറിയ സൗന്ദര്യ പിണക്കങ്ങളായിരുന്നു ഇരുവരും തമ്മിലുണ്ടായത്. പിന്നീട് അത് കുടുംബം ഇടപെട്ടതോട് കൂടുതൽ വഷളാവുകയായിരുന്നു. അതാണ് ഇത്തരം ഒരു കൊടുങ്കൈ ചെയ്യാൻ അയാസിനെ പ്രേരിപ്പിച്ചതെന്നാണ് ഉമ്മ പറയുന്നത്.